Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി ഒരു മധുരത്തിന്റെയാണ്, പാലട പായസം. സദ്യകളുടെ പ്രധാന പായസമായി ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഞാനിവിടെ 100 ഗ്രാം അടയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ചെറിയ അടയാണ് പാലട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകണം. ഇതിൽ എന്തെങ്കിലും അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. അട വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അട ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. പഞ്ചസാര ചേർത്ത പാലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടയ്ക്ക് വേവുണ്ടാവത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഞെങ്ങിപ്പോകണം. അതാണ് പരുവം. ഇനി ഈ അട കോരിയെടുത്ത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി വെക്കാം. ഫ്രിഡ്ജിലെ വെള്ളമല്ല, സാധാ വെള്ളം ഉപയോഗിച്ചാൽ മതിയേ. ഇനി പാലൊന്ന് കുറുക്കിയെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. 1.25 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ അളവിലാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പായസം 4-5 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഒരുമിച്ച് പഞ്ചസാര ചേർക്കുന്നില്ല, ഓരോ പ്രാവശ്യമായിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളവും പാലിലെ വെള്ളവും വറ്റി പോകണം. അതാണ് കണക്ക്. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര ചേർത്ത് പാല് കുറുക്കി എടുക്കുമ്പോഴാണ് ഈ ഒരു കളറിലേക്ക് മാറി വരുന്നത്. പാൽ കുറുകി വരുമ്പം ഇതിനൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. ഒരു വെള്ള കളർ മാറിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് മാറും. പിന്നെ അതൊരു പിങ്ക് കളറിലേക്ക് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് അട ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഈ സമയത്ത് വെച്ച് കൊടുക്കരുത്. ലോയും മീഡിയം മാറി മാറി വെക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഈ പാല് കുറുകി ഒരു ക്രീമി ആയിട്ട് മാറണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മാത്രമേ ഈ കളർ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്, നല്ലതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഇത് ഞാൻ രാത്രിയിലാണ് ഞാനിത് കുക്ക് ചെയ്തത്. അതുകൊണ്ട് ആ ലൈറ്റിന്റെ ഒക്കെ ഒരു കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഇപ്പൊ നോക്കിയാൽ കാണാം, നന്നായിട്ട് തന്നെ കളർ മാറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ആയോന്ന് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മളൊരു സ്പൂണിൽ പായസം എടുത്തിട്ട് അതിൽ നടുക്കൂടെ ഒന്ന് വെട്ടി നോക്കണം. അപ്പൊ ഇത് 2 വശത്തേക്ക് മാറുന്നുണ്ടെങ്കിൽ, വെട്ടി മാറുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇനി ഈ സ്പൂൺ കൊണ്ട് നമ്മൾ ഇത് പായസം എടുക്കാനായിട്ട് നോക്കിയപ്പം ഈ സ്പൂണിന്റെ പുറകുവശത്തൊക്കെ കണ്ടില്ലേ, പാല് നല്ല ക്രീമി ആയിട്ട് പിടിച്ചിരിപ്പുണ്ട്. നന്നായിട്ട് കളർ ചേഞ്ചും ഉണ്ടായിട്ടുണ്ട്. പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീമി ആയിട്ടുണ്ട്. ഇപ്പം പായസം റെഡിയാണ്. ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ ഉപയോഗിക്കുന്നതിൽ നല്ലത് ഒന്ന് ആറിയതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ മാത്രമേ ആ പാലടയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നോൺ സ്റ്റിക്കിലായതുകൊണ്ട് ഇത് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ട് ആയി വരാനായിട്ട്. എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ആ കളറൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നോൺ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് ഒരു പഴമൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.